ഈ പുഴയും കടന്ന് സീരിയലിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ ഒറിജിനൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ സുജാതയെ വിളിച്ച് ആരൊക്കെയോ പറയുന്നുണ്ട് ഇങ്ങനെ വിനീത് അമ്പലത്തിലുണ്ടെന്ന്. ആ സമയം സുജാതയാണെങ്കിൽ അതൊന്നും വിശ്വസിക്കാണ്ടിരിക്കുമ്പം ഈ സുജാതയുടെ മകൾ പറയുന്നുണ്ട്, ഇപ്പോൾ ഒരാളോ രണ്ടാളോ ആണെങ്കിൽ അമ്മയെ കളിയാക്കാൻ പറഞ്ഞതാന്ന് വിചാരിക്കാം, ഇതിപ്പോൾ കുറേ പേര് പറഞ്ഞില്ലേ, ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് അറിയണേ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം എന്ത് സത്യം, വിനീത് റൂമിലുണ്ടല്ലോ, പിന്നെ ഇങ്ങനെ അമ്പലത്തിലുണ്ടാവണേ, അവിടെയും ഇവിടെയും നിൽക്കാൻ ഒരാൾക്ക് സാധിക്കുമെന്ന് പറയുമ്പം എന്തായാലും അമ്മ ആ റൂമൊന്ന് തുറന്ന് നോക്കുന്നും പറഞ്ഞ് റൂം തുറന്ന് നോക്കുന്ന സമയത്ത് അവിടെ കാണുന്നത് നിതിനെയാണ്. നിതിനാണെങ്കിൽ ഇവരോട് നല്ല രീതിയിൽ തന്നെ സംസാരിച്ചിട്ട് അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. നിതിൻ പോയതിന് ശേഷം സുജാതയുടെ മോളും കൂടി റെഡിയായി ഇറങ്ങുന്നുണ്ട്. വിവാഹം നടന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെയും ആ വിവാഹം മുടക്കണം എന്നും പറഞ്ഞുകൊണ്ട്. ഇതേസമയം ജയപാലനാണെങ്കിൽ കാവേരി നല്ലോണം ആക്ഷേപിച്ച് വിട്ടതുകൊണ്ട് തന്നെ നല്ല ദേഷ്യത്തിൽ തന്നെ ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട്. പോണ വഴിക്ക് സുജാതേനെയും ഗീതേനെയും കാണുമ്പം ജയപാലൻ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും വേഗം ചെല്ല്, ഇപ്പം എന്തായാലും അവിടെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, സദ്യയെങ്കിലും കഴിക്കാമെന്നും പറഞ്ഞ് വീണ്ടും സുജാതയെ പരിഹസിക്കുമ്പം സുജാത മോളോട് പറയുന്നുണ്ട് വേഗം ഇങ്ങോട്ട് നടക്കടിയെന്നും പറഞ്ഞുകൊണ്ട് അവർ വേഗം തന്നെ അമ്പലത്തിലേക്ക് നടന്നു പോകുന്നുണ്ട്. ഈ സമയത്ത് അമ്പലത്തിലാണെങ്കിൽ വിനീതിൻ്റെയും ഗംഗയുടെയും വിവാഹമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വിവാഹം കഴിഞ്ഞ് മോതിരമാറ്റമൊക്കെ നടന്നു കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഗംഗയെ വിനീതിന് കൈ പിടിച്ചു കൊടുക്കുന്നത് നിതിനാണ്. ഈ ഒരു കാഴ്ച കണ്ടിട്ട് ശാരദയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ശാരദ അപ്പം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവളുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ കൈ പിടിച്ച് കൊടുക്കേണ്ടതല്ലായിരുന്നോ, എന്തായാലും അന്ന് വിനീതിന് വേണ്ടി വിവാഹം ആലോചിച്ചപ്പം ആ വിവാഹം നടത്തി കൊടുത്താൽ മതിയായിരുന്നു, എന്നാൽ സുജാതയ്ക്കും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. സുജാത അന്ന് എൻ്റെയും അരവിന്ദേട്ടൻ്റെ അടുത്ത് വന്ന് ഒരുപാട് കെഞ്ചി അപേക്ഷിച്ചത് ഗംഗയെ വിനീതിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ പറഞ്ഞ് അന്ന് ഗംഗയ്ക്ക് അത് താല്പര്യമില്ലയെന്നും പറഞ്ഞ് താനും അരവിന്ദേട്ടനും അവരെ തിരിച്ചയച്ചു. അതിൻ്റെ ഒരു ദേഷ്യം കൊണ്ടാണ് സുജാത ഇപ്പം ഇങ്ങനെ പെരുമാറുന്നത്. എന്തായാലും വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സുജാതയുടെ ദേഷ്യമൊക്കെ മാറുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുന്നുണ്ട്. ഈ സമയം നിതിനാണെങ്കിൽ കാവേരിയുടെ അടുത്ത് ചുറ്റിപ്പറ്റി തന്നെ നിൽക്കുന്നുണ്ട്. നിതിൻ്റെ ലക്ഷ്യം വേറൊന്നുമല്ല, കാവേരിയെ എങ്ങനെയെങ്കിലും വളച്ചെടുക്കണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നിതിൻ നിൽക്കുന്നത്. പിന്നീട് കൈ കൊടുത്ത് ഇവർ എല്ലാവരും പോയി സദ്യ കഴിക്കുക, ഞങ്ങളും വരുവാന്നും പറഞ്ഞുകൊണ്ട് ഈ ശാരദയാണെങ്കിൽ കല്യാണം കൂടാൻ വന്നവരെയൊക്കെ സദ്യ കഴിക്കാനായിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും സദ്യ കഴിക്കാൻ പോയി കഴിഞ്ഞതും അച്ചമ്മയാണെങ്കിൽ ഈ ഗംഗയോടും വിനീതിനോടും പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളും സദ്യ കഴിക്കുക, എന്നിട്ട് നമുക്ക് മുഹൂർത്തത്തിന് മുമ്പ് വീട്ടിൽ കയറണ്ടേന്നും പറഞ്ഞുകൊണ്ട് ഇവരെയും ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് പോണ ആ ഒരു സമയത്താണ് സുജാതയും മകളും കൂടി അവിടെ നിന്ന് നടന്നു വരണ കാണുന്നത്. സുജാതയാണെങ്കിൽ ഈ വിനീതും ഗംഗയും കൂടി ചേർന്ന് നിൽക്കണ കാണുമ്പോൾ തന്നെ സുജാതയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് സുജാത അടുത്തേക്ക് വരുന്ന സമയത്ത് വിനീതാണെങ്കിൽ ഗംഗയുടെ കയ്യിൽ മുറുക്കെ പിടിക്കുന്നുണ്ട്. ആ സമയം ഇനി ഗംഗേനെ വിനീത് ഉപേക്ഷിച്ച് പോകുമെന്നൊക്കെ ഓർത്ത് ശാരദയും അതുപോലെ കാവേരിയും ഗംഗയെല്ലാം പേടിയോടുകൂടി വിനീതിനെ നോക്കുന്ന സമയത്ത് വിനീത് ആ കയ്യിൽ ഒന്നും കൂടി അമർത്തി പിടിക്കണ കാണുമ്പം ഗംഗയ്ക്കും ആശ്വാസമാവുന്നുണ്ട്. എന്തായാലും ഇനി വിനീത് സുജാതയെ പേടിച്ച് സുജാതയോട് പോകുന്നില്ല എന്നുള്ള ഉറപ്പ് അവർക്കുണ്ട്. ഈ സമയത്ത് സുജാത വന്നു കഴിഞ്ഞതും വിനീതാണെങ്കിൽ അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും പറഞ്ഞ് സുജാതയുടെ അടുത്തേക്ക് ചെല്ലുമ്പം ഏതമ്മ, നിൻ്റെ അമ്മ ആരാ, ഞാൻ നിൻ്റെ അമ്മയൊന്നുമല്ല, എനിക്കൊരു മകനുണ്ടായിരുന്നു, അവനിപ്പം മരിച്ചു എന്ന് പറയുമ്പം ശാരദ എന്നിട്ട് പറയുന്നുണ്ട്, സുജാത അങ്ങനെയൊന്നും പറയല്ലേ, നമ്മളുടെ മക്കളെ അനുഗ്രഹിക്കുക, എന്തായാലും അവരുടെ വിവാഹം നടന്നില്ലേ എന്ന് പറയുമ്പം എൻ്റെ അനുവാദമില്ലാതെയല്ലേ ഈ വിവാഹം നടന്നത്, ഇത് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല, ഇതിനു മുമ്പ് ഞാൻ നിന്നോടും നിൻ്റെ ഭർത്താവിനോടും ഒരുപാട് പ്രാവശ്യം പറഞ്ഞതല്ലേ ഗംഗയെ എൻ്റെ മോന് വിവാഹം കഴിച്ചു കൊടുക്കാൻ, അപ്പം നിങ്ങൾ എന്നെ പറഞ്ഞ് എൻ്റെ മോൻ ഗംഗയ്ക്ക് പറ്റിയ പയ്യനല്ല എന്നല്ലേ, എന്നിട്ടിപ്പോൾ എങ്ങനെയാണ് ഗംഗയ്ക്ക് യോജിച്ചവനായത്, എന്തായാലും ഇത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പം ഈ സുജാതയുടെ അമ്മ എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ പൊന്നു സുജാത നീ ഒന്ന് അടങ്ങ്, എന്തായാലും പിള്ളേരുടെ വിവാഹം കഴിഞ്ഞില്ലേ, നീ അവരെ അനുഗ്രഹിച്ച് ഇവരെ നിൻ്റെ വീട്ടിലോട്ട് വിളിച്ചു കൊണ്ടുപോകാൻ പറയുമ്പോൾ സുജാത പറയുന്നുണ്ട്, എൻ്റെ വീട്ടിലോട്ട് ഇവരെ കൊണ്ടുപോകണേ എന്തിനാ, ഞാൻ ഒരിക്കലും കൊണ്ടുപോകില്ല, ഇവനെയും ഇവളെയും എൻ്റെ വീടിൻ്റെ പടി ചവിട്ടാൻ പോലും ഞാൻ അനുവദിക്കില്ല, ഇവളെൻ്റെ കുടുംബത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ആ കുടുംബം നശിക്കും, അതുകൊണ്ട് ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് പറയുമ്പം ഈ വിനീതാണെങ്കിൽ അമ്മ എന്താ അമ്മയെ പറയണേ, അമ്മ എന്നെ ഒന്ന് മനസ്സിലാക്കാം അമ്മേ, ഞാൻ വാക്ക് കൊടുത്തത് കൊണ്ടല്ലേ അമ്മയെ ധിക്കരിച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ സുജാത പറയുന്നുണ്ട്, ഇനി നീ 16 ദിവസം കഴിയുമ്പം എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി, എന്താ അമ്മ അങ്ങനെയെന്ന് ചോദിക്കുമ്പം എൻ്റെ മകൻ മരിച്ചു, അവൻ്റെ 16 അടിയന്തര 16-ൻ്റെ അന്ന് എല്ലാവരും വരണം, അന്ന് നല്ല സദ്യ ഉണ്ടാവും എന്ന് പറയണ കേട്ടതും വിനീതാണെങ്കിൽ സങ്കടത്തോടുകൂടി നിൽക്കുന്നുണ്ട്. ആ സമയം നിതിൻ വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് പറയണത്, നിങ്ങളുടെ മകനെക്കുറിച്ചല്ലേ നിങ്ങളിങ്ങനെ പറയണേന്ന് പറയുമ്പം എൻ്റെ മകനായിരുന്നെങ്കിൽ ഇവൻ എൻ്റെ വാക്ക് ധിക്കരിച്ച് ഇങ്ങനെ ഒരു ചതിക്ക് കൂട്ടു നിൽക്കില്ലായിരുന്നു, എന്തായാലും 16-ൻ്റെ അന്ന് എല്ലാവരും വീട്ടിലോട്ട് പോരെ,
പടിയടിച്ച് പിണ്ടം വയ്ക്കുന്ന ചടങ്ങ് അന്നാ നടത്തണേ. അന്നേരം അമ്മയും പോരെ സദ്യ കഴിച്ചിട്ട് പോരാന്ന് സുജാതയുടെ അമ്മേനോട് പറയണ സമയത്ത് അമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാടി സുജാത ഈ പറയണേ? നീ പറയണത് എന്താണെന്ന് നിനക്ക് വലിയ ബോധമുണ്ടോ? ഇങ്ങനെയാണോ നീ സംസാരിക്കണേ? എന്തായാലും നീ മക്കളെ വീട്ടിലോട്ട് കൊണ്ടുപോകുമെന്ന് പറയുമ്പം അമ്മയ്ക്ക് നാണമില്ല ഇത് പറയാൻ. ഞാൻ ജീവിച്ചിരിക്കുമ്പം എൻ്റെ വീട്ടിലോട്ട് ഇവരെ കയറ്റൂല എന്നും പറഞ്ഞ് സുജാത പോകുന്നുണ്ട്. പിന്നീട് ഈ ശാരദ പറയുന്നുണ്ട്, എന്തായാലും വിനീതിനെ വീട്ടിൽ കയറ്റില്ല എന്ന് ഉറപ്പായി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും അമ്മയെന്ന് ചോദിക്കുമ്പം അവിടെ കയറ്റൂല്ലെങ്കിൽ ഇപ്പം നമുക്കൊരു വീടുണ്ടല്ലോ, പിള്ളേരെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ചേർന്ന് വിനീതിനെയും ഗംഗേനെയും വീട്ടിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ നമ്മളുടെ നിതിനാണെങ്കിൽ കാവേരിയുടെ പിന്നാലെ തന്നെ കൂടിയിട്ടുണ്ട്. അപ്പോൾ കാവേരി ചോദിക്കുന്നുണ്ട്, എന്താ നിതിൻ കുറേ നേരം ആയല്ലോ പരങ്ങണമെന്ന് പറയുമ്പോൾ, അതല്ല കാവേരി കാരണമല്ലേ ഇന്ന് വിനീതിൻ്റെ വിവാഹം നടന്നത്, അതിൻ്റെ ഒരു നന്ദി എനിക്കുണ്ടെന്ന് പറയുമ്പോൾ കാവേരി ചോദിക്കുന്നുണ്ട്, അതിനെന്തിനാ നിതിൻ എന്നോട് നന്ദി പറയേണ്ടത്? എൻ്റെ ചേച്ചിയുടെ വിവാഹമല്ലേ, അത് നടക്കേണ്ട ആവശ്യം എൻ്റെയും കൂടി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതല്ല, എന്നാലും കാവേരിയുടെ ധൈര്യം കൊണ്ടാണല്ലോ ഇന്ന് നമ്മൾ പോയി വിനീതിനെ കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെ പറഞ്ഞ് കാവേരിനെ ഇമ്പ്രസ് ചെയ്യാനൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വിനീതും ഗംഗയും കൂടി ഈ ശാരദയുടെയൊക്കെ വീട്ടിലോട്ട് തന്നെ വരാണ്. വീട്ടിൽ വന്നതും ശാരദയാണെങ്കിൽ നിലവിളക്കൊക്കെ കൊടുത്ത് ഗംഗേനെയും വിനീതിനെയും വീടിൻ്റെ അകത്തേക്ക് സ്വീകരിക്കുന്നുണ്ട്. വീടിൻ്റെ അകത്തേക്ക് കയറിയതും നിതിനും ഒപ്പം തന്നെയുണ്ട്. നിതിനോട് ശാരദയും അച്ഛമ്മയും പറയുന്നുണ്ട്, മോൻ ഞങ്ങളുടെ കുടുംബത്തെ ഒരംഗമല്ലാതിരുന്നിട്ട് പോലും ഞങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തില്ലേ, മോനോട് എങ്ങനെയാണ് ഞാൻ നന്ദി പറയാമെന്ന് ചോദിക്കുമ്പം നിതിനാണെങ്കിൽ നോക്കണത് ഈ കാവേരിയുടെ നേരെയാണ്. എന്നിട്ട് മനസ്സ് വിചാരിക്കുന്നുണ്ട്, എന്നോട് നന്ദിയൊന്നും പറയണ്ട, ആ നിൽക്കണ മുതലിനെ എനിക്കിങ്ങോട്ട് കെട്ടിച്ച് തന്നാൽ മതി, ഞാൻ 2 കൈ നീട്ടി സ്വീകരിച്ചോളാണ്. ഇതേസമയം നമ്മളുടെ കാവേരി ആണെങ്കിൽ ഈ രംഗങ്ങളെല്ലാം ഫോണിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഗംഗേനോടും വിനീതിനോടും ഓരോ പോസിൽ നിൽക്കാൻ പറഞ്ഞ് ഫോണിൽ തന്നെ അവരുടെ ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ആ സമയത്ത് ശാരദ അങ്ങോട്ട് വന്നതും ശാരദേനെയും ഈ വിനീതിൻ്റെയും ഗംഗയുടെയും കൂടെ നിർത്തി കാവേരി ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നീട് അനുജത്തിമാരെയും അതുപോലെ അച്ഛമ്മേനെയൊക്കെ നിർത്തി ഫോട്ടോ എടുക്കലെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം ഈ ശാരദ പറയുന്നുണ്ട്, മതി ഫോട്ടോ എടുത്തത്, ഇനി എല്ലാവരും പോയി ഡ്രസ്സൊക്കെ മാറുമെന്ന് പറയണു. അങ്ങനെ കാവേരിയൊക്കെ ഡ്രസ്സ് മാറാൻ പോയതും വിനീതിനോടും ഗംഗേനോടും ശാരദ പറയുന്നുണ്ട്, നിങ്ങളും പോയി ഡ്രസ്സ് മാറിയിട്ട് വാ, എന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്നും പറഞ്ഞ് ഈ ഗംഗയും വിനീതും ഡ്രസ്സ് മാറാനായിട്ട് പോകുന്നുണ്ട്. റൂമിൽ ചെന്നതും ഗംഗ വിനീതിനോട് പറയുന്നുണ്ട്, വിനീതേട്ടാ, ഞാൻ വിനീതേട്ടനെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്, എന്നോട് പൊറുക്കണം എന്ന് പറയുമ്പോൾ വിനീത് പറയുന്നുണ്ട്, എന്താ ഗംഗ നീ ഈ പറയണത്? നീ എന്ത് തെറ്റ് ചെയ്താലും നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് നീ അങ്ങനെയൊന്നും പറയണ്ട. എന്തായാലും നിൻ്റെ സങ്കല്പത്തിൽ ഭർത്താവാനൊന്നും എനിക്ക് പറ്റില്ലായിരിക്കും, എന്നാലും ഞാൻ ശ്രമിക്കാം നിൻ്റെ സങ്കല്പത്തിലുള്ള ഒരാളാവാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ ഗംഗ പറയുന്നുണ്ട്, വേണ്ട വിനീതേട്ടാ, അതൊക്കെ എൻ്റെ ഒരു പൊട്ടബുദ്ധിക്ക് തോന്നിയതല്ലേ, വിനീതേട്ടൻ എന്താണോ അങ്ങനെ തന്നെ നിന്നാൽ മതി, എനിക്ക് അതാ ഇഷ്ടം, ഈ വിനീതേട്ടനെ എനിക്ക് ഇഷ്ടമെന്നും പറഞ്ഞുകൊണ്ട് ഗംഗ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, എന്താ ഗംഗ ഇങ്ങനെ സങ്കടപ്പെടണേ, ഇനി നീ സങ്കടപ്പെടരുത്, നീ സങ്കടപ്പെടുന്നത് എനിക്ക് സഹിക്കൂല എന്നും പറഞ്ഞ് വിനീതാണെങ്കിൽ ഗംഗയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതേസമയം നമ്മളുടെ നിതിനാണെങ്കിൽ പോകാതെ ഇങ്ങനെ നിൽക്കുമ്പം കാവേരി ചോദിക്കുന്നുണ്ട്, എന്താ നിതിൻ പോകാനൊന്നും പ്ലാനില്ലേന്ന് ചോദിക്കുമ്പം, അല്ല, എനിക്ക് വിനീതിനെ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് വേണം പോകാൻ, അതിനു വേണ്ടിയാണ് ഞാനിവിടെ നിന്നേന്ന് പറയുമ്പോൾ കാവേരി പറയുന്നുണ്ട്, വിനീതേട്ടൻ ഡ്രസ്സ് മാറി ഇപ്പോൾ വരും, എന്നാൽ വന്ന് സംസാരിച്ചിട്ട് പോയാൽ മതി, നിതിൻ അവിടെ ഇരിക്കുമെന്നും പറഞ്ഞ് അവിടെ കസേര ഇട്ട് കൊടുത്ത് ഇരുത്തിയിട്ട് ഒരു ഗ്ലാസ് വെള്ളമായിട്ട് കാവേരി ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് വിനീതും ഗംഗയും കൂടി ഡ്രസ്സൊക്കെ മാറി വെളിയിലേക്ക് ഇറങ്ങി വരുമ്പം നിതിൻ വിനീതിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ കാത്തിരിക്കുമായിരുന്നു, എന്തായാലും ഞാൻ പോയിക്കോട്ടെ എടാ, പിന്നെ വരാമെന്ന് പറയുമ്പം, എടാ നീ വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കണം കേട്ടോ, അമ്മ ദേഷ്യത്തിലാണ് പോയേക്കണേ, ഇനി അമ്മ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ നിതിൻ പറയുന്നുണ്ട്, നിൻ്റെ അമ്മ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ചെയ്യാനായിരുന്നെങ്കിൽ നിന്നെ ഭീഷണിപ്പെടുത്തിയ സമയത്ത് ചെയ്തേനെ, അതവർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല, അവരുടെ അഭിനയമായിരുന്നു എന്ന് പറഞ്ഞതും വിനീത് പറയുന്നുണ്ട്, എന്നാലും എൻ്റെ അമ്മയ്ക്ക് എങ്ങനെ എന്നോട് ഇങ്ങനെ പെരുമാറാൻ തോന്നിയിടാ, ഞാൻ അമ്മയെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ എന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുമ്പം നിതിൻ സമാധാനിപ്പിക്കുന്നുണ്ട്, ഇതൊക്കെ മാറൂടാ, അമ്മയുടെ ദേഷ്യമൊക്കെ മാറി അമ്മ നിന്നെ തിരിച്ച് വീട്ടിലേക്ക് വിളിക്കുമെന്നും പറഞ്ഞ് നിതിൻ ഇങ്ങനെ ആശ്വസിപ്പിച്ച് വിനീതിൻ്റെ തോളത്ത് തട്ടിക്കൊണ്ടിരിക്കുമ്പം വിനീതാണെങ്കിൽ ഇങ്ങനെ ആകെ സങ്കടത്തോടു കൂടി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.